ഇതാ നിങ്ങളൊന്ന് നോക്കിയേ, എൻ്റെ വീടിൻ്റെ അവസ്ഥയൊന്നും നോക്ക്. ഞാൻ ലൈഫിൽ എഴുതി കൊടുത്തിട്ട് പാസ്സായിട്ട് കിടക്കുന്ന ആളാണ്. വീടും ഇല്ല, സ്ഥലവും ഇല്ല. ഇതെല്ലാം നിങ്ങൾ നോക്ക്. ഇതെല്ലാം വാർപ്പ് കംപ്ലീറ്റ് പൊട്ടിയിട്ട് എത്രയോ ശരീരത്തിലോട്ട് വീണിട്ടുണ്ട്. അതുപോലും അറിയിച്ചിട്ടും ആരും ഇതിനൊന്നും ഒരു മറുപടി തന്ന ആൾക്കാരില്ല. കോൺക്രീറ്റ് ഇളകി തകർന്നു വീഴാറായ വീട്, തലയ്ക്കുമീതെ അപകടം പതിയിരിക്കുന്നത് മുന്നിൽ കണ്ട് ആധിയോടെയുള്ള ജീവിതമാണ് സത്യഭാമയുടേത്. നടന്നു പോകാൻ പേടിയാണ്. അപ്പക്കഷ്ണം വീഴുന്ന പോലെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോരോ കഷ്ണം പാട്ടായിട്ട് വീണുകൊണ്ടിരിക്കുന്നത്. വളരെ ദുരിതം എന്ന് പറഞ്ഞാൽ വളരെ ദുരിതമാണ് ഞങ്ങളുടെ അവസ്ഥ. ഇത് ഞാൻ തുറന്ന് പറയുന്ന പഞ്ചായത്തിൽ നിന്ന് ഒരാനുകൂല്യം ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒന്നും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലും ഞങ്ങളെ മെമ്പറെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് വാങ്ങിച്ചു കൊണ്ട് തന്നതല്ലാതെ പഞ്ചായത്തിൽ നിന്ന് ഒരാനുകൂല്യം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ചോദിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. പ്രദേശത്തെ നിരവധി പേർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് പാസ്സായി കാലങ്ങൾ കഴിഞ്ഞു. പക്ഷേ കാത്തിരിപ്പ് തുടരുകയാണ്. ഞങ്ങൾക്ക് അത്ര ചോദിച്ചും കാര്യം യാതൊരു രക്ഷയില്ല. മരിക്കുന്നതിന് മുന്നായിക്കൊണ്ട് ഒരു വീട്ടിൽ താമസിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. പൂർത്തിയായി കിട്ടണം ഞങ്ങൾക്ക്. ജീവൻ പണയപ്പെടുത്തി കൂരയ്ക്ക് കീഴെ ഇങ്ങനെ ആളുകൾ കഴിയുമ്പോൾ ഇവിടെ ഒരു സർക്കാർ കെട്ടിടം തലയുയർത്തി നിൽക്കുന്നുണ്ട്. സാധാരണക്കാരായ വീടില്ലാത്ത ആളുകൾക്കായി ലൈഫ് പദ്ധതി വഴി നിർമ്മിച്ച കെട്ടിടം. പക്ഷേ ഇത് പൂർത്തിയാക്കാനോ തുറന്നു കൊടുക്കാനോ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ല. സത്യഭാമയുടെ വീട്ടിൽ നിന്നും കിലോമീറ്ററുകൾ മാത്രം അകലെ ചെമ്മനാട് പഞ്ചായത്തിൽ തന്നെയാണ് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച ഫ്ലാറ്റ് സമുച്ചയം. 49 കുടുംബങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമുണ്ട്. കല്ലും സിമെന്റും കമ്പിയുമില്ലാതെ പ്രീ ഫാബ്രിക്കേറ്റഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. 2021 തുറന്നു കൊടുക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും 2025 പണി തുടരുന്നു. വളരെ മന്ദഗതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ തുറന്നു കൊടുക്കുന്ന തീരുമാനമില്ല, അതിന്റെ അനുബന്ധമായിട്ടുള്ള വെള്ളം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയാനും വേണ്ടി പറ്റില്ല. എന്താ വെച്ചാൽ വെള്ളം എത്താതെ ഈ 49 കുടുംബങ്ങൾക്ക് എന്തായാലും ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമുള്ള കരുതലല്ല വേണ്ടത്. മഴക്കാലം വരും മുൻപേ ഇവരുടെ ദുരിതത്തിന് പരിഹാരം കാണണം. കോടികൾ മുടക്കിയാൽ പോരാ, അത് സാധാരണക്കാരന് പ്രയോജനപ്പെടണം. അതിനായിരിക്കണം സർക്കാർ മുൻഗണന. കാസർഗോഡ് നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.